ഇന്ത്യൻ ഫുട്ബോൾ ടീം ഇപ്പോൾ കടന്നു പോകുന്നത് അതിന്റെ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെയാണ്. വേൾഡ് കപ്പ് യോഗ്യത നേടുക എന്ന് പറയുന്നത് അത് എന്നും ഒരു ഇന്ത്യക്കാർക്ക് സ്വപ്നം മാത്രമാണ്. എന്നിരുന്നാൽ പോലും AFC ഏഷ്യൻ കപ്പ് കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ മുമ്പത്തെ പ്രാവശ്യം നമ്മൾ ക്വാളിഫയർ നേടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം അതും നമുക്ക് സ്വപ്നം മാത്രമായിരിക്കുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെക്കാൾ പുറകിലുണ്ടായിരുന്ന പല ടീമുകളും ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പ് ക്വാളിഫയർ നേടിയെടുത്തിട്ടുണ്ട്. അതിന് ഉദാഹരണങ്ങളാണ് കാപ്പ് വെർഡെ, അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാൻ എന്നീ ടീമുകളൊക്കെ. ഇന്ത്യൻ ഫുട്ബോൾ ടീം ഓരോ വർഷം കഴിയുന്തോറും പുറകിലോട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് കാരണം നമ്മുടെ ഒരു കോച്ചായിട്ടുള്ള ഖാലിദ് ജമീൽ മാത്രമല്ല, ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ അസോസിയേഷൻ സ്ഥാനത്ത് നിൽക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളും ഇതിന് കാരണക്കാരാണ് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ വുമൺ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. AFC Under-17 വുമൺ ടീം ക്വാളിഫൈ ചെയ്തു. അതുപോലെ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ വുമൺസ് ടീം AFC ഏഷ്യൻ കപ്പ് ക്വാളിഫയർ നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ വുമൺ സൈഡിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ മെൻ സൈഡിൽ വളരെ നിരാശകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് കളിച്ചിട്ടുണ്ടായി സിംഗപ്പൂരിനെതിരായിരുന്നു. ഈ ഒരു സിംഗപ്പൂരിനെതിരെയുള്ള 2-1 എന്ന സ്കോർ നമ്മൾ പരാജയപ്പെട്ടതോട് കൂടിയിട്ടാണ് നമ്മുടെ AFC ഏഷ്യൻ കപ്പ് ക്വാളിഫയർ പ്രതീക്ഷകളെല്ലാം അവസാനിക്കുന്നത്. സീനിയർ ടീമിലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും Under-23, Under-17 എന്നീ ടീമുകൾക്ക് നമുക്ക് പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ്.